പണ്ട് NSSന് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടായിരുന്നു, MLA മാരുണ്ടായിരുന്നു, മന്ത്രിയുമായിട്ടുണ്ട്. ഇനി അത്തരത്തിലൊരു പാർട്ടി രൂപീകരണത്തിലേക്കായിരിക്കുമോ ഈ സുകുമാരൻ നായരുടെ ലക്ഷ്യം? LDFുമായി വലിയ രീതിയിൽ അടുക്കുന്നുണ്ടല്ലോ. ആ NSSൻ്റെ പാർട്ടി NDP അത് 1974 രൂപം കൊണ്ടത്. 1996 വരെ നിലനിന്ന് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള അതിൻ്റെ NSSൻ്റെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. 5 മണ്ഡലങ്ങളിൽ ഇവർക്ക് MLA മാരുണ്ടായിരുന്നു. ചെങ്ങന്നൂര്, മാവേലിക്കര, തിരുവനന്തപുരം ഈസ്റ്റ്. ഇപ്പം അതില്ല, തിരുവനന്തപുരം ഈസ്റ്റും വെസ്റ്റും ഒന്നുമില്ല. പിന്നെ നമ്മൾ വട്ടിയൂർക്കാവ്, നേമം, കഴക്കൂട്ടം ഇങ്ങനെ തിരിഞ്ഞില്ലേ. തിരുവനന്തപുരം ഈസ്റ്റ്, നെയ്യാറ്റിൻകര, തിരുവനന്തപുരം വെസ്റ്റ്. ഇപ്പോൾ അതിൽ നെയ്യാറ്റിൻകരയെന്ന് ചോദിച്ചാൽ സുന്ദരേശൻ നായർ മന്ത്രിയായിട്ടൊക്കെ ഇരുന്നിട്ടുണ്ട്. സുകുമാരൻ നായർക്ക് അങ്ങനെ NSSനൊരു പാർട്ടി ഉണ്ടാക്കുക എന്നൊന്നുമല്ല. സുകുമാരൻ നായരുടേതായ താല്പര്യങ്ങളുണ്ട്, അതൊക്കെ നേടുക എന്നേ ഉള്ളൂ. അതുകൊണ്ടാണല്ലോ സുകുമാരൻ നായർക്കെതിരെ നാട് നീളെ ഫ്ലെക്സ് വരാൻ തുടങ്ങിയിരിക്കുന്നത്. പിന്നെ 2018 പിണറായി വിജയൻ ഭരിക്കുമ്പോഴായിരുന്നല്ലോ ശബരിമല യുവതീ പ്രവേശം. അതിനെതിരെ രംഗത്ത് വന്നത് NSSലെ ഉള്ളവരല്ലേ, നായർ സ്ത്രീകളല്ലേ കൂടുതൽ രംഗത്ത് വന്നത്. ആരും പ്രത്യേകമായി തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തിയത് രാഷ്ട്രീയ പാർട്ടികളല്ലേ, NSS ആയിരുന്നു. അന്ന് നാമജപ ഘോഷയാത്ര ആരെയും പ്രത്യേകിച്ച് അനൗൺസ് ചെയ്ത് വിളിച്ചറിയിച്ചിട്ടല്ല വന്നത്. അതിൽ ശബരിമലയെ വളരെയധികം ആരാധനയോടെ കാണുന്ന സ്ത്രീകളാണ്. അവർക്ക് ചെറുപ്പത്തിൽ അവർ ശബരിമലയ്ക്ക് പോയിട്ടുണ്ടാകാം, പിന്നീട് അവർ പോയിട്ടില്ലെങ്കിൽ അവർ 55 വയസ്സിന് ശേഷം പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അല്ലാതെ ഇത്തരത്തിലുള്ള ഒരു ധിക്കാരത്തിനും തോന്നിവാസത്തിനും അവർ തയ്യാറെടുത്തില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അവർ പ്രക്ഷോഭവുമായിട്ട് രംഗത്തിറങ്ങിയത്. ഇപ്പം പമ്പയിൽ കണ്ട അയ്യപ്പ സംഗമത്തിന് ബദലായിട്ടൊരു സംഗമം കണ്ടില്ലേ. അതിലെന്താണ് ഈ സുകുമാരൻ നായർക്ക് മനസ്സിലാകുന്നില്ലേ? നാമജപ ഘോഷയാത്രയിലേക്ക് പോയവർ തന്നെയാണ് പന്തളത്തും പങ്കുചേർന്നത്. കാരണം അത് സമാനമായ ചിന്തയല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിണറായി വിജയനും സംഘവും ചെയ്യുന്നത് ശബരിമലയെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലാതെ വിശ്വാസികളെ സംരക്ഷിക്കുകയൊന്നും അല്ല. ഇതിപ്പോൾ നോക്കിക്കോ, 26 പിണറായി അധികാരത്തിൽ വരട്ടെ, നമുക്ക് കാണാം. പിണറായി ഒരിക്കൽ കൂടി വരണമെന്നുള്ളൊരു കണക്കുകൂട്ടൽ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞാൽ പിന്നെ പാർട്ടി എങ്ങനെയോ പോകട്ടെ, ഇപ്പം തന്നെ അങ്ങനെയാണ്. അപ്പോൾ അതിനു വേണ്ടി ആരുമായിട്ട്, ഏത് ചെകുത്താനുമായിട്ട് എന്ത് വിട്ടുവീഴ്ചയ്ക്കും പിണറായി തയ്യാറെടുക്കും, കൂട്ടുകൂടുകയും ചെയ്യും. കാരണം UDF ജമാഅത്തെ ഇസ്ലാമിക്ക് ചിലയിടങ്ങളിൽ മത്സരിക്കാൻ സീറ്റ് നൽകും, എന്നാൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി. അതെ, അങ്ങനെ ഒരു നീക്കം ഇനി NSSുമായി ഉണ്ടാകും. കാരണം ഇപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, മുസ്ലിം ലീഗിന്റെ കുടക്കീഴിലായി ജമാഅത്തെ ഇസ്ലാമിയും PDPയും SDPഐയും പോപ്പുലർ ഫ്രണ്ടും വെൽഫെയർ പാർട്ടിയല്ല. അപ്പോൾ ആ ഭാഗത്തു നിന്ന് ഇനി ഒരു പ്രതീക്ഷയില്ല. അതുകൊണ്ട് അല്ല, അവർക്ക് മത്സരിക്കാൻ UDF സീറ്റ് നൽകും. അങ്ങനെയാണെങ്കിൽ LDF പകരമായി SNDPക്കും NSSനും കൃത്യമായി ചിലപ്പം NSSന് വേണ്ടിയിട്ടെന്നുള്ള പറയുമ്പോൾ അങ്ങനെ സീറ്റ് കൊടുക്കാൻ തയ്യാറാകും. അങ്ങനെ വരുമ്പോൾ മത്സരിക്കുന്ന ഒരു സ്ഥാനാർത്ഥി പറയാം, അത് സുകുമാരൻ നായരുടെ മകളായിരിക്കും. സുകുമാരൻ നായരുടെ മകൾ കോളേജ് അധ്യാപികയായിരുന്നു, റിട്ടയർ ചെയ്തു. എന്താ, ഇടത് സ്വതന്ത്രയായിട്ട് മത്സരിച്ചാൽ എന്താ കുഴപ്പം? ഇടത് സ്വതന്ത്ര NDP അല്ലെങ്കിൽ NDP രൂപം കൊള്ളുക, അല്ലെങ്കിൽ NSSന്റെ പ്രതിനിധി എന്നുള്ള രീതിയിൽ. അല്ല, വീണ ജോർജിന്റെ ചരിത്രം അങ്ങനെയാണല്ലോ. സഭയുടെ പ്രതിനിധിയല്ലേ, അല്ലാതെ CPMലൂടെ കയറി വന്നതൊന്നും അല്ലല്ലോ, സഭയുടെ ആളാണ്. അതുകൊണ്ടല്ലേ 2021 നിർത്തിയതും വിജയിച്ചു വന്നപ്പോൾ മന്ത്രിയാക്കിയത്. ഇനിയിപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, 26 നമ്മളെല്ലാം പറയും വീണ ജോർജിനെ മാറ്റി നിർത്തുമെന്ന്. വീണ ജോർജിനെ മാറ്റി നിർത്താൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് സഭ തീർച്ചപ്പെടുത്തും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പിണറായി വിജയൻ സഭയ്ക്കെതിരായിട്ട് നിൽക്കത്തില്ല. കാരണം എല്ലാവരെയും ഇങ്ങനെ കൂട്ടിക്കൊണ്ടിരിക്കുക. എത്ര നാളായി വെള്ളാപ്പള്ളി നടേശൻ പിണറായി വിജയന്റെ ഒരു ജിഹ്വയല്ലേ, മലപ്പുറത്തിനെതിരെ ആഞ്ഞടിക്കുന്നു. പിണറായി വിജയൻ വെള്ളാപ്പള്ളിയെ വാഴ്ത്തുന്നു. ശ്രീനാരായണ ഗുരുവിന് തുല്യനായിട്ടുള്ള ശ്രീനാരായണ ഗുരുവിൻ്റെ പ്രതിരൂപമാണ്. കുമാരനാശാനും മേലെയാണ് നിൽക്കുന്നത് വെള്ളാപ്പള്ളി. SNDPയുടെ അമരക്കാരനായിട്ട് നിൽക്കുന്ന വെള്ളാപ്പള്ളി.
ശബരിമല അയ്യപ്പ സംഗമത്തിലെ നിർണായക റോളായിരുന്നു. ശബരിമല യുവതീ പ്രവേശം നടക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ നവോത്ഥാന മതിലിന് നായകത്വം വഹിച്ചതാരാ? വെള്ളാപ്പള്ളിയായിരുന്നു അതിൻ്റെ നായകൻ. അതിൻ്റെ ആ നവോത്ഥാന സമിതിയുടെ ചെയർമാനും ഒക്കെ ആ സ്ഥാനത്ത് നിന്ന ആള് വെള്ളാപ്പള്ളിയായിരുന്നു. ഇപ്പൊ അയ്യപ്പ സംഗമത്തിലും എന്താണ്? അയ്യപ്പ സംഗമത്തിൽ ഭക്തരാണ്, ഭക്തർക്ക് വേണ്ടി ഞങ്ങൾ നിലകൊള്ളുന്നു, പിണറായി വിജയനോടൊപ്പം കാറിൽ വന്നിറങ്ങുന്നു, എന്നിട്ട് വേദി വിടുമ്പോൾ പറയുന്നു പിണറായി അയ്യപ്പ ഭക്തനാണ്, വിശ്വാസിയാണ്. ഇതൊക്കെ ഇവരുണ്ടാക്കിയ കഥകൾ, തിരക്കഥ തന്നെയാണ്, യാതൊരു മാറ്റമില്ലാത്ത കാര്യവുമാണ്. അപ്പം ഇതുപോലെ സുകുമാരൻ നായരെയും കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. സുകുമാരൻ നായർക്ക് വലിയ ഈ പറഞ്ഞതുപോലെ ഡീലൊക്കെ ഉറപ്പിച്ചിട്ടുണ്ട്. മകൾക്ക് സീറ്റ് കൊടുക്കും, LDF അധികാരത്തിൽ വരികയാണെന്നുണ്ടെങ്കിൽ, ഇവർ ജയിച്ചു വരികയാണെന്നുണ്ടെങ്കിൽ മന്ത്രിയുമാക്കും. അത് ചിലപ്പോൾ ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാക്കും. നേരത്തെ ഇപ്പം മന്ത്രി ബിന്ദു കൊച്ചമ്മ ഇരിക്കുന്നു, നമ്മൾ കേട്ടിട്ടൊന്നുമില്ലല്ലോ. വിജയരാഘവന്റെ ഭാര്യയാണ് എന്നറിയാം പിന്നീട്, അല്ലാതൊന്നുമില്ലല്ലോ. അപ്പോൾ അതുപോലെ സുകുമാരൻ നായരുടെ മകള് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയിരുന്നാൽ എന്താ കുഴപ്പം? ഒന്നുമല്ല ഇത്രയും കാലം. പ്രത്യേകിച്ച് ഇപ്പോൾ പിണറായി സർക്കാരിൽ ബന്ധു നിയമനം മാത്രമേ ഉള്ളൂ. അതെ, സൂചിപ്പിച്ചതുപോലെ തന്നെ ബിന്ദു എല്ലാ ബന്ധുക്കൾക്ക് വേണ്ടിയാണ്. അപ്പൊ ഇവർക്കും ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആയാൽ എന്താ കുഴപ്പം? പ്രത്യേകിച്ച് NSSന് ഇത്രത്തോളം വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതിലിരുന്ന് കഴിഞ്ഞാലുള്ള നേട്ടം സുകുമാരൻ നായർക്ക് നന്നായിട്ടറിയാം. അപ്പോൾ പിന്നെ പിണറായി വിജയനെ അല്ലാതെ തൻ്റെ അടുക്കൽ വന്ന് കാല് പിടിക്കാത്ത VD സതീശന് മുഖ്യമന്ത്രിയാകുന്നതിന് വേണ്ടിയിട്ട് കൂട്ടുനിൽക്കണം? ഇതാണ് ചോദിക്കുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ചെന്നിത്തലയെയും വാഴ്ത്തും. ചെന്നിത്തലയെ തഴയാൻ പറ്റത്തില്ലല്ലോ. ചെന്നിത്തല അഥവാ എങ്ങാനും UDF അധികാരത്തിൽ വന്നാൽ അങ്ങോട്ടേക്കും കൂടി ചായണം. എന്തായാലും ഈ രണ്ട് സമുദായ നേതാക്കന്മാർക്കും ഇരുവള്ളത്തിലും കാല് വയ്ക്കുന്ന രീതിയുണ്ട്. വെള്ളാപ്പള്ളിക്ക് അത് കൃത്യമായിട്ടുണ്ട്. വെള്ളാപ്പള്ളി എത്ര നാളുകളായിട്ട് ഇങ്ങനെ പിണറായി വിജയന് വേണ്ടി നിൽക്കുകയല്ലേ. ഇനി 2026 പിണറായി വിജയൻ തോറ്റു എന്ന് കരുത്, വെള്ളാപ്പള്ളി പിണറായി വിജയനെ നോക്കിക്കോ, എന്തെല്ലാം പറയും നോക്കിക്കോ. നമുക്ക് ആലോചിക്കാൻ കഴിയില്ല. അതിനപ്പുറമുള്ള കാര്യങ്ങളായിരിക്കും വെള്ളാപ്പള്ളി പറയാൻ പോകുന്നത്. അപ്പൊ എന്തായാലും ഇവരുടെ വിചാരം, സുകുമാരൻ നായരുടെ വിചാരം, താൻ ഇവർക്ക് പിന്തുണ കൊടുത്തു കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും പിണറായിക്ക് പിൻബലവുമായിട്ട് വന്നിരിക്കുകയാണ്. ഒന്നുമില്ല, ഈ വോട്ടുകളൊക്കെ പോയി. നമ്മൾ പന്തളത്ത് കണ്ട സംഗമം നോക്കുക. അത് ആ പ്രദേശത്തുള്ള ഈ ചെങ്ങന്നൂര്, മാവേലിക്കര, അടൂര്, പന്തളം എന്നീ പ്രദേശങ്ങളിലൊക്കെയുള്ള നായർ സ്ത്രീകളാണ് അവിടെ പങ്കെടുത്തത്. അവിടെ ധാരാളം സ്ത്രീകൾ പങ്കെടുത്തു. നിറഞ്ഞു കവിഞ്ഞാണ് പന്തളം ഒഴുകിയെന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ തിരിച്ചടി സുകുമാരൻ നായർ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സൂചന കൂടിയാണ് ഇപ്പോൾ ചില കരയോഗങ്ങളിൽ നിന്ന് തന്നെ സുകുമാരൻ നായർക്കെതിരെ ഫ്ലെക്സും ഉയർന്നിരിക്കുന്നത്. അപ്പോൾ സുകുമാരൻ നായരുടെ താല്പര്യങ്ങളൊക്കെ നടക്കും, സ്ഥാപിത താല്പര്യങ്ങളുണ്ട്. അത് പിണറായി വിജയൻ സംരക്ഷിച്ചു കൊണ്ടുവരുമായിരിക്കും. പക്ഷേ അധികാരത്തിൽ വരുമോ ഇല്ലെന്നുള്ളത് നമുക്കിനി കണ്ടറിയണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.